പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൻ്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ശ്രീമതി ബിമിത ടിറ്റോ, സ്കൂൾ മാനേജർ ശ്രീ ടിറ്റോ ഡി പുത്തൂർ, ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി അഭിനി ശശി, ഇന്നത്തെ വിശിഷ്ടാതിഥി സിനി ആർട്ടിസ്റ്റ് ശ്രീ റോഹൻ ലോന, PTA മെമ്പർ ശ്രീമതി ഹെൽന ഹാറൂൺ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാതാപിതാക്കളെ, നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ പാവർട്ടിയിലെ തന്നെ ആദ്യത്തെ പ്ലേ സ്കൂൾ ഇന്ന് 23 വർഷം വിജയകരമായി പൂർത്തീകരിക്കുന്ന ഒരു സന്തോഷ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പ്ലേ സ്കൂൾ എന്ന ആശയം നമ്മൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ ഇത് ഇങ്ങനൊരു സംരംഭം, ഡേവിഡ് മാഷ് ഇവരുടെയൊക്കെ ഫാദർ ആണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. നന്ന് നമുക്ക് പലരും നെറ്റിച്ചൊളിച്ചു, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം, നമുക്ക് ഇഷ്ടംപോലെ നഴ്സറികളുണ്ടല്ലോ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ LKGയും UKGയും ഒക്കെ ഉണ്ടല്ലോ, എന്തിനാണ് ഒരു പ്ലേ സ്കൂൾ, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ പലരും നെറ്റിച്ചൊളിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഒരു ചെറിയ ഉണ്ണി ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിന് 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേക്കും ഒരു പ്ലേ സ്കൂളിൽ എത്തിക്കലാണ് നമ്മുടെ അമ്മമാരുടെയൊക്കെ പ്രധാന ജോലി. കാരണം ഇന്ന് ആരും തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല. അപ്പനും അമ്മയും ജോലിക്ക് പോയിട്ടാണ് ഒരു കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കുട്ടികളുടെ പുറകെ ഓടിയെത്താനായിട്ട് അവർക്ക് കഴിയുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പ്ലേ സ്കൂളുകളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലേ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മറ്റൊരു വീടായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവരെ വീട്ടിൽ അവർ ഒരു 8 മണി 9 മണി വരെ അവർ ഓടിക്കളിച്ച് രസിച്ച് നടക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് വരുന്നു. ഇത് അവരുടെ ഒരു വീടാണ്. പ്ലേ സ്കൂളിൽ നിന്ന് നമുക്ക് തോന്നും, പക്ഷേ കുട്ടികൾക്ക് ഇതൊരു വീടാണ്. ഇവിടുത്തെ അധ്യാപകർ അവരുടെ രക്ഷകർത്താക്കളുടെ പോലെയാണ്. ഇവിടെ 6 മാസം മുതലുള്ള കുട്ടികളെ എടുക്കുന്നുണ്ട്. LKG UKG വരെ ഉള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. വളരെയധികം ഉത്തരവാദിത്വമുള്ള റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെറിയ കുട്ടികളെ നോക്കുന്നത്. കാരണം അവർക്ക് ഒന്നിനും അറിയാത്തൊരു പ്രായത്തിലൂടെ എത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ ഇവിടെ ഒരു 3 വർഷത്തിലധികമായിട്ട് ഇവിടെ വിടുന്നുണ്ട്. വളരെ വിശ്വസ്തമായിട്ട് നമുക്ക് ഏൽപ്പിക്കാവുന്ന കരങ്ങളാണ് ബിമിത മേഡത്തിൻ്റെ കരങ്ങൾ. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, എല്ലാത്തിനും അവർക്ക് ഇവിടെ കുട്ടികളെ എടുക്കുന്ന പോലെ തന്നെയാണ് ടീച്ചേഴ്സിന് എടുത്ത് അവർക്കൊരു പരിശീലനമാണ്, കുറച്ച് നാൾ പരിശീലനം ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരിവിടുത്തെ അധ്യാപകരായി വരുന്നത്. അപ്പോൾ പേരൻറ്റിങ് തന്നെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ടീച്ചിങ് അല്ല, പേരൻറ്റിങ്. കുട്ടികൾക്ക് ഇവിടെ അക്ഷരാഭ്യാസത്തേക്കാൾ കൂടുതൽ എങ്ങനെ മറ്റു കുട്ടികളായിട്ട് ഇടപഴകാം, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറാം, കെയറിങ് ആൻഡ് ഷെയറിങ്, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ട് അവർ ഇവിടെ വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുന്നു, ഇവിടെ തന്നെ കിടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നു, ഉറക്കത്തിന് എഴുന്നേറ്റ് ഓടിക്കളിക്കുന്നു. അങ്ങനെ എല്ലാവിധ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവർട്ടിക്കാർക്ക് ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനെ പുത്തൂർ ഗ്രൂപ്പിൻ്റെ പേരിൽ നമുക്ക് ഉണ്ടായത് ഒരു വലിയ ഭാഗ്യമാണ്. ഇന്ന് ഇവിടുത്തെ വാർഡിൻ്റെ മെമ്പർ അഭിനി ചേച്ചി ഇവിടെയുണ്ട്. അഭിനി ചേച്ചിയുടെ 3 കുട്ടികളും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് സത്യം. എൻ്റെ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രോഹനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കാൻ കുട്ടികളായിട്ടില്ല. അത് സമീപഭാവിയിൽ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടേക്കൊന്നും എത്തിയിട്ടില്ല, എപ്പോഴും കൊച്ചാണ്. അതെ, അതാണ് ആദ്യത്തെ ചോദ്യം. മാരേജിൽ ആയിട്ടുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മോസ്റ്റ് വാണ്ടഡ് ബോയ് ആണ് ഇപ്പോഴും. ഒരുപാട് സുന്ദരികളുടെ മോസ്റ്റ് വാണ്ടഡ് ബോയ് ആയിട്ട് ഇങ്ങനെ പരിലസിച്ച് കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മോഡലിംഗ് രംഗത്ത് ഒരു അറിയപ്പെടുന്ന താരമാണ്. നമ്മുടെ പാവർട്ടിക്കാർ മോഡലിങ്ങോ എന്ന് ചോദിക്കുമ്പോൾ നെറ്റിച്ച് വിളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന്
എപ്പോഴും ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ തന്നെ മോഡലിംഗ് രംഗത്ത് അദ്ദേഹം മികച്ച കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പല പരസ്യങ്ങളിലും അദ്ദേഹം മോഡലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരും പോകാത്ത ഒരു പാതയിലൂടെ സ്വയം പാത വെട്ടി തുറന്ന് മുന്നോട്ട് പോയി ഇതുവരെ ഇന്ന് ഒരു സിനിമാ താരമായ ഒരു സിനിമയുടെ നായകനായിട്ട് വരെ അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസുകൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. നിരവധി ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. നമ്മുടെ ഒരു യുക്തിവാദിയായിട്ട് ഒരു ഇൻ്റർവ്യൂ കാണും, അത് മൈത്രേയനായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ ശ്രദ്ധിച്ചത്. വളരെ രസകരമായ ഒരു ഇൻ്റർവ്യൂ ആണ്, സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കിട്ടും. അപ്പം അങ്ങനെ അതിലും വിദഗ്ധനാണ്. വെറും മോഡലിംഗ് മാത്രമല്ല, ആളുകളോട് എങ്ങനെ സംസാരിക്കാം, രസകരമായി സംസാരിക്കാം എന്നതിനെക്കുറിച്ചും അദ്ദേഹം വളരെ വിദഗ്ധനാണ്. ഇപ്പോൾ ആക്ടിങ്ങിലും കൂടെ കഴിവ് തെളിയിച്ച ഒരു സർവകല വല്ലഭനാണ് മിസ്റ്റർ രോഹൻ ലോന. അപ്പോൾ അദ്ദേഹമാണ് ഇന്നത്തെ ഇവിടുത്തെ സെലിബ്രിറ്റി. നേരത്തെ ടിറ്റു ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും രസിപ്പിക്കാനായിട്ട് ഒരു താരം, കാരണം ഇവരൊക്കെ താരങ്ങളാണല്ലോ, ഇവരൊക്കെ താരങ്ങളല്ലേ, ഇതിൻ്റെ മാനേജറും പ്രിൻസിപ്പാളും ഒക്കെ താരങ്ങളാണ്. അവർ സീരിയലിൽ അഭിനയിക്കുന്നു. ടിറ്റു ചേട്ടൻ ഗായകനാണ്. വിമിത മേഡം ഇപ്പോൾ ഏത് സീരിയലില്ല, പത്തനംമാറ്റിലെ നിറഞ്ഞു നിൽക്കുന്ന നായിക കൂടിയാണ് നമ്മുടെ വിമിത മേഡം. അങ്ങനെ ഒരു താര കുടുംബമാണ്. വിമിത മേഡത്തിൻ്റെ സഹോദരൻ മിസ്റ്റർ ബിമൽ, അദ്ദേഹവും വലിയൊരു കലാകാരനും ഒരു സംവിധായകനും കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ മമ്മിയും അതുപോലെ അവരുടെ കുടുംബം തന്നെ, മക്കളെല്ലാവരും നല്ല കലാകാരന്മാരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ എല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷകരമായി പിരിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. പണ്ട് ഒരു വിത്ത്, ചെറിയൊരു പയറിൻ്റെ മണി വിത്ത് ഇങ്ങനെ മണ്ണിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പലരും ആ വിത്തിനോട് ചോദിച്ചു, നിന്നെ കൊണ്ട് എന്താ ഉപകാരം, നിനക്ക് ഈ മണ്ണിൽ കിടന്നുറങ്ങലല്ലേ നിനക്ക് കഴിയുള്ളൂ, നിനക്കൊരു കഴിവുമില്ല എന്ന് പലരും പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മഴയത്ത് കുറേ ചെളിയൊക്കെ അതിൻ്റെ മേലായി. അപ്പോൾ പലരും കളിയാക്കി, ഇതേ ഇപ്പം നീ ചെളിയിൽ വീണ് കിടക്കല്ലേ വിത്ത്, എന്താ നിന്നെ കൊണ്ട് ഉപകാരം. കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലുദിച്ചപ്പോൾ ആ വിത്തിനുള്ളിൽ നിന്നൊരു മുള പൊട്ടി. അങ്ങനെ ആ മുള വലുതായി വലിയ മരമായി. പയറിൻ്റെ വിത്തല്ല കേട്ടോ, വേറൊരു മരത്തിൻ്റെ വിത്തായിരുന്നു. അത് വലിയ മരമായി. ആ മരത്തിൻ്റെ ചില്ലുകളിൽ ഒരുപാട് ഫലങ്ങൾ ഉണ്ടായി. അതിന്മേൽ ചെറിയ കിളികളൊക്കെ വന്നിരുന്ന് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരവസ്ഥ. അതുപോലെയാണ് നമ്മുടെ കുട്ടികളെല്ലാവരും ഓരോ വലിയ വ്യക്തിത്വങ്ങളുടെ ചെറിയ രൂപങ്ങളാണ്, ചെറിയ മിനിയേച്ചർ നമ്മുടെ കുട്ടികൾ. നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ അറിയാം അവൻ ഭാവിയിൽ വലുതായാൽ ഇന്നൊരാളായി മാറും. അവനെ കണ്ടാൽ തന്നെ അതിന് ആ ഉള്ളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. നമ്മുടെ രാജ്യത്തെ നയിക്കാനുള്ള ഓരോ മേഖലകളിൽ വലിയ നമ്മുടെയൊക്കെ അഭിമാനമായി മാറാവും. നമ്മുടെ ഓരോ മാതാപിതാക്കളുടെയും നിധികളാണ്, അമൂല്യ നിധികളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. അപ്പോൾ അവർക്ക് മികച്ച അടിത്തറ, അതായത് അവരുടെ ക്യാരക്ടർ ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. ചെറിയ കുട്ടികളുടെ എന്തെഴുതുന്നുവോ അത് അതുപോലെ ഹൃദിസ്ഥമായിട്ട് കിടക്കും. അപ്പോൾ ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്ന, ആദ്യാക്ഷരത്തിന് വലിയ പ്രത്യേകതയുണ്ട്, അതാണ് എന്നും നിൽക്കുക. ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടെ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ. അപ്പോൾ മികച്ച സ്ഥാപനത്തിൽ തന്നെയാണ് നിങ്ങളുടെ മക്കളെ ചേർത്തിരിക്കുന്നത്. അവരെല്ലാം ഭാവിയിൽ വലിയ വ്യക്തിത്വങ്ങളാവട്ടെ, നമ്മുടെ നാടിന് അഭിമാനകരമാവുന്ന താരങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ വിജയാശംസകളും ഈ സ്ഥാപനത്തിന് നേർന്നുകൊണ്ടും നിങ്ങളുടെ അവരുടെയും അനുവാദത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.